ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ തുണി വെച്ചിട്ടൊരു പൂമാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യം എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടായിട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നൂല് കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ മെഴുകുതിരി വെച്ചിട്ട് ഉരുക്കി കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു സൂചി നൂലെടുത്തിട്ട് സൈഡിൽ വെച്ചിട്ട് കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ മാല പൂർത്തിയാക്കാൻ പോകുന്നത്. ഇതുപോലെ അല്ലാണ്ട് മറ്റൊരു രീതിയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 3 തരത്തിലുള്ള മാലകളാണ് കേട്ടോ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഒന്നാമത്തെ രീതി ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. രണ്ടാമത്തെ രീതി ഇതുപോലെ ഇത്തിരി വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ പൂവിൻ്റെ വലുപ്പം അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അതേപോലത്തെ പൂവിൻ്റെ വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ സാധാരണ ഒരു തുണി എടുത്തിട്ട് മടക്കിയിട്ടിട്ട് 2.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടെ സൂചി ഒന്ന് നമ്മൾ സാധാരണ തുന്നില്ല അതേപോലെ സെൻറ്ററിൽ കൂടെ തുന്നുക. എന്നിട്ട് നമ്മളിങ്ങനെ പിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ആവും കേട്ടോ, അത്രയും വീതിയുള്ള പൂക്കളും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരേ മോഡൽ തന്നെയാണ് ഇപ്പോൾ കാണിക്കണം കേട്ടോ ഞാൻ. അപ്പോൾ അതേ മൂന്നാമത്തെ മോഡൽ ഇപ്പം നമ്മൾ രണ്ടാമത്തെ മോഡൽ സെൻറ്ററിൽ കൂടിയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മോഡലും ഒന്നാമത്തെ മോഡലും സൈഡിൽ കൂടിയാണ് എടുക്കണേ കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിന് ചുറ്റിലും വട്ടത്തിലാക്കിയിട്ട് പൂ പോലെ രീതിയിലാക്കിയിട്ട് തുന്നി കൊടുക്കുക അതേ ഷേപ്പിൽ. എന്നിട്ട് കറക്റ്റ് നൂല് അതിൻ്റെ സെൻറ്ററിൽ കൂടി എടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് തുന്നി കൊടുക്കുന്നതാണ് രണ്ടാമത്തെ രീതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ രീതി കണ്ടു, അതനുസരിച്ചാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ മൊത്തം കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മാല ചെയ്യാം. 3 രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീതിയുള്ള ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതി നോക്കാം. ഇതുപോലെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ തുണികൾ ആവശ്യമായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയിട്ട് ഇതും ഇത്തിരി വീതിയുള്ള പോലെയാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് വീതി അത്രയും വേണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ വീതി ഞാൻ കുറച്ചിട്ട് വേണ്ടിയിട്ട് ആദ്യം കാണിച്ച പോലെ ചെയ്യാൻ പോകണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൂചി നൂലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എങ്ങനെ ചെയ്യണേ നമുക്ക് ഇനി കാണാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ രീതിയാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ സാധാരണ ഏത് ടൈപ്പ് മാലയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തമ്പനയിൽ കണ്ട പോലത്തെ മാല ഉണ്ടാക്കി തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെട്ടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കാണിച്ചു എന്നുള്ളൂ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂല് സൂചിനകത്ത് കോർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ എംബ്രോയ്ഡറിയുടെ നൂലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള നൂല് എടുക്കാം നമുക്ക്. അതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണികളുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് നമുക്ക് സൂചിയുടെ ഉള്ളിൽ കയറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ കയറ്റി കൊടുത്ത പോലെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ അടിച്ചു വെച്ച ഭാഗം ഉണ്ടല്ലോ അത് കാണില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ സൈഡും കറക്റ്റായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ പൂക്കൾ പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ 3 വൈറ്റ് വെച്ചിട്ടുണ്ട്, 1 ഗ്രീൻ വെച്ചിട്ട് വീണ്ടും 3 വൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം 3 ഗ്രീൻ കൊടുത്തിട്ട് 1 വൈറ്റ് ഉള്ളിൽ കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലത്തെ കാര്യമാണ് ഇത് പറഞ്ഞത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. 3 വെച്ചിട്ടാണ് ചെയ്തെടുത്താണത്. ആദ്യത്തേൽ പച്ച 1 ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് മാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മാല ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതുപോലെ നമുക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആയിട്ട് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടലൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ അളവിൽ തന്നെ കിട്ടും. ഇപ്പം ഞാൻ പെട്ടെന്നുള്ളതിൽ ഉണ്ടാക്കണതിൻ്റെ രീതിയിൽ അധികം ഷേപ്പൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ മാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ 2 വള്ളികൾ കൊടുക്കണം, ഇത്തിരി നീട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെൻറ്ററിനകത്ത് ലോക്കറ്റ് പോലെ ഒരു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ നടുക്കാക്കിയിട്ട് 2 സൈഡിൽ വൈറ്റ് ചെറിയ തുണികൾ എടുത്തിട്ട് റൗണ്ട് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സൂചിയിൽ തുന്നി എടുത്തിട്ട് റൗണ്ട് ആക്കിയിട്ട് കേട്ടോ. നമ്മൾ റിബൺ ഉപയോഗിച്ചാക്കി കേട്ടോ. ഓടക്കുള്ളിൽ ഉണ്ടാക്കിയ റിബൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇതിങ്ങനെ സെൻറ്ററിനകത്ത് ആദ്യം കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഓരോരോ കെട്ടിട്ടിട്ട് അതിന് ഒരു പീസാക്കി മാറ്റണം കേട്ടോ. അതിന് ഇപ്പോൾ 2 പീസായിട്ടുള്ള കിടക്കുന്നത് വള്ളിയായിട്ട്. അതിന് നമ്മൾ ഒന്നായിട്ട് മാറ്റണം. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തുന്നി പിടിപ്പിക്കണം കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഒരു ലോക്കറ്റ് പോലെ ആയിട്ടുള്ളത്, ലോക്കറ്റല്ല നമ്മൾ മാലയുടെ തൂക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 2 അറ്റങ്ങളില്ലേ തുന്നൽ തുടങ്ങി കൊടുത്ത് അവസാനിച്ചു കൊടുത്തും അവിടെയും ഇതുപോലെ ഗോൾഡൻ കളർ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ.
അതിന് ശേഷം നമ്മൾ കെട്ടി കൊടുക്കാം. കെട്ടണതൊക്കെ നമുക്ക് സാധാരണ ഉചിതം പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും നൂല് വലിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ കെട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് കെട്ടണത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ളൊരു മാല കിട്ടും കേട്ടോ. അപ്പോൾ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം 3 മോഡലിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും വീതി കൂടിയ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ച പോലെ 2 ചെയ്യാം. വീതി കുറഞ്ഞതാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ മാല. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.